ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി വ്ളോഗിൻ്റെ 20ാമത്തെ ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ അച്ചാമ്മ പറഞ്ഞു വാ നമുക്ക് ചമ്മന്തി എന്തോന്ന് അപ്പവും ചമ്മന്തി പൊടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ശകലങ്ങൾ ഉണ്ടാക്കി ഇട്ടുള്ളൂ കേട്ടോ. നമുക്ക് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് തേങ്ങയും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയൊക്കെ ചേർത്ത് അച്ചാമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അത് അനിയത്തിനെ എനിക്ക് എന്നത്തെ കണക്ക് സ്കൂളിലൊക്കെ കൊണ്ടാക്കണമായിരുന്നു. ആക്കിയിട്ട് എനിക്ക് തിരിച്ചങ്ങ് കളമശ്ശ വീട്ടിൽ കയറണമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോയപ്പോൾ പാവം അവിടെ കിടന്ന പട്ടികളെല്ലാവരും കൂടി മറ്റേ എന്തോ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ കൊടുക്കുമെന്നുള്ളതിലൊക്കെ നോക്കി നിന്നായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മയും അച്ചാമ്മയും കൂടി ചക്കയും മീൻകറിയും കഴിക്കുന്നു. പിന്നെ ഞാനും ചക്കയും മീൻകറിയൊക്കെ ഞാനും കൂടി അങ്ങ് നമ്മൾ പിന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൈയിട്ട് വരാതെ പോവില്ലല്ലോ. നല്ല സാധനങ്ങളല്ലെങ്കിലും ചക്കയും മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ചക്കയും നല്ല മീനുമായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. എന്നിട്ട് എനിക്ക് അക്ഷയയിൽ വരുമാന സർട്ടിഫിക്കറ്റ് അതിനായിട്ട് പോകണമായിരുന്നു. പോയിട്ട് കാരേറ്റി നല്ല പെരുമഴയെന്ന് വെച്ചാൽ പെരുമഴയായിരുന്നു കേട്ടോ. പിന്നെ അച്ചാമ്മയും ഞാനും കൂടി ബാങ്കിൽ പോയിട്ട് അനിയത്തിയുടെ കാല് നീരടിച്ചിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് നീരടിച്ചിരിക്കുന്ന കാല് കബഡി കളിച്ചെന്തോ പ്രശ്നം പറ്റിയതാണ് കാര്യം. അവളെ ചിരി കാണുമ്പോഴത്തേക്ക് നല്ല അവിഞ്ഞ ചിരിയായിരുന്നു ചിരിച്ചത്. ഒരു ചിരി ചിരിക്കാൻ പറഞ്ഞു. പിന്നെ അച്ചാമ്മയ്ക്ക് സംഘത്തിൽ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അതിനെ കൊണ്ടാക്കിയിട്ട് അച്ചാമ്മ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് പൊറോട്ടയും ബീഫും കൂടി മേടിക്കാൻ ചോദിച്ചിട്ട് അതും മേടിച്ചിട്ടും വീട്ടിൽ വന്നപ്പോൾ അമ്മ നല്ല അടിപൊളി ചക്കയും ചക്ക പഴുത്തത് കേട്ടോ. പഴുത്ത ചക്ക അച്ചാമ്മയ്ക്കും എനിക്കും കൂടി എടുത്തു തന്നു കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ കഴിച്ചു. ഇത് മറ്റേ വരിക്ക ചക്കയാണ്. മറ്റേ ഇങ്ങനെ വലയില്ലാത്ത ചക്ക, നമ്മൾ പറയുന്ന വലയില്ലാത്ത ചക്കയെന്ന് പറയണത്. ഞാൻ അങ്ങനെയൊക്കെയാണ് പറയണത്. വലയുള്ള ചക്ക കൂഴച്ചക്കയും വലയില്ലാത്ത ചക്ക വരിക്ക ചക്കയെന്നൊക്കെ കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ രാത്രി ആയപ്പോൾ ഞാനും നീനും കൂടി അത് മറ്റേ പുതപ്പിലിങ്ങനെ ഓരോന്നൊക്കെ വരച്ച് കളിക്കൂലേ, ഇങ്ങനെ ഇമോജികൾ ഓരോന്നൊക്കെ വരച്ചൊക്കെ കളിച്ചു. നമ്മളല്ലെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്താ പറയുക, ഒത്തിരി കുസൃതിത്തരങ്ങൾ കാണിക്കാതെ പോവില്ലല്ലോ. പിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ ഉള്ള ആക്ഷൻസൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.